ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അർച്ചന ചേച്ചി LLB സീരിയലിന്റെ വരും ദിവസങ്ങളിലെ ഏറ്റവും ഉദ്യോഗഭരിതമായ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മധുബാലയും JKയും തമ്മിലുള്ള അകൽച്ച പരിഹരിക്കാൻ ഒടുവിൽ മധുബാലയുടെ അച്ഛൻ മഹാദേവൻ സാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇരുവരുടെയും തർക്കങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം JKയുടെ വീട്ടിലെത്തുന്നു. എന്നിട്ട് അദ്ദേഹം രണ്ടുപേരെയും അടുത്തിരുത്തി ചോദിക്കുകയാണ്, ഇത്രയും നാൾ നിങ്ങൾ തന്നെ ഇത് പരിഹരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇടപെടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രശ്നം കൂടി കൂടി വരികയാണ്. എന്താണ് നിങ്ങൾക്കിടയിലെ യഥാർത്ഥ പ്രശ്നമെന്ന് രണ്ടുപേരും എന്നോട് തുറന്നു പറയൂ. അച്ഛൻ ചോദിച്ച ഉടനെ മധുബാല JKക്കെതിരെ പരാതികൾ പറയാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവുമില്ല അച്ഛാ. എപ്പോഴും എഴുത്തും കൂട്ടുകാരും കോളേജിലെ ജോലിയും മാത്രമാണ് പുള്ളിയുടെ ലോകം. എന്നെ പുള്ളി തിരിഞ്ഞു നോക്കാറേയില്ല. മധുബാല ഇങ്ങനെ കുറ്റങ്ങൾ പറയുമ്പോൾ JKയും അമ്മ സുമിത്ര ടീച്ചറും വല്ലാത്ത ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇതേസമയം ചന്ദ്രകാന്തത്തിൽ വലിയൊരു സംഭവം അരങ്ങേറുകയാണ്. അർച്ചന തെളിവുകളുമായിട്ട് ചന്ദ്രയുടെ അടുത്ത് എത്തുന്നു. എന്നിട്ട് ആ ഫോട്ടോകൾ ചന്ദ്രയ്ക്ക് നേരെ കാണിച്ചിട്ട് അർച്ചന ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഫോട്ടോകൾ കണ്ടതും ചന്ദ്രയാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ചു പോയി. അർച്ചന പറയുന്നുണ്ട്, ഈ ഫോട്ടോ നിന്റെ കൂട്ടുപ്രതിയുടെ മുറിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ നിന്റെ മക്കളെ വിളിക്കും. അവരുടെ മുന്നിൽ വെച്ച് നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കും. ഏതായാലും മക്കളെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര ആകെ പേടിച്ചു. അവള് സ്വന്തം തടിയുരാൻ വേണ്ടി എന്നിട്ട് ആ രഹസ്യം പറയുകയാണ്. ഞാൻ മാത്രമല്ല അർച്ചന ഇതിൽ കുറ്റക്കാരി. നിന്റെ നാത്തൂൻ മഞ്ജുവും അതുപോലെ മധുബാലയും ഇതിൽ പങ്കാളികളാണ്. ആദ്യം നീ പോയി അവരെ ചോദ്യം ചെയ്യും, എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞാൽ മതി. എന്നാൽ ചന്ദ്രയുടെ ഈ സ്വാർത്ഥത കണ്ട അർച്ചനയ്ക്ക് ദേഷ്യം വന്നു. അർച്ചന ചന്ദ്രയെ നല്ലതുപോലെ ശാസിച്ച് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ശേഷം കഥ വീണ്ടും JKയുടെ വീട്ടിലേക്ക് വരികയാണ്. മധുബാല പറഞ്ഞതൊക്കെ കേട്ടതിന് ശേഷം മഹാദേവൻ JKയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് പറയാനുള്ളത് JK വളരെ ശാന്തമായിട്ട് പറഞ്ഞു, നമ്മുടെ കുടുംബകാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അച്ഛാ. മധുബാല പറഞ്ഞതുപോലെ ഞാൻ എഴുത്തിനെയും കൂട്ടുകാരെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അത് ഉപേക്ഷിച്ച് അവൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. പരസ്പരം ഒത്തുപോകാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ എന്നും വഴക്കിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വേർപിരിയുന്നത് തന്നെയാണ്. പക്ഷെ ഇത് കേട്ടതും മധുബാലയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. അവൾ അച്ഛനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതൊക്കെ പുള്ളിയുടെ വെറും കള്ളത്തരങ്ങളാണ് അച്ഛാ. JKക്ക് അർച്ചനയുടെ കൂടെ ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഈ ഡിവോഴ്സിന് വേണ്ടി ഇത്രയും തിരക്ക് കൂട്ടുന്നത്. എന്നാൽ മകള് പറഞ്ഞ ആ ഞെട്ടിക്കുന്ന ആരോപണം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മഹാദേവൻ ആകെ തരിച്ചു നിൽക്കുകയാണ്. എങ്കിലും അർച്ചനയും JKയും തമ്മിൽ വഴിവിട്ട ബന്ധമാണെന്ന് മധുബാല ആരോപിച്ചപ്പോൾ മഹാദേവൻ അവളെ കടുപ്പത്തിൽ ശാസിക്കുകയാണ് ചെയ്തത്. നീ ഇപ്പോഴും ജീവിക്കുന്നത് വിഡ്ഢികളുടെ ലോകത്താണ് മധുബാല. ഒരു ഭർത്താവ് എന്ന നിലയിൽ JKയുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞില്ല. നിങ്ങൾ പിരിഞ്ഞു താമസിച്ചപ്പോൾ പോലും അവൻ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. സ്വന്തം അച്ഛനെ പോലെയാണ് അവൻ എന്നെ കണ്ടിട്ടുള്ളത്. ഒരിക്കൽ പോലും നിന്നെക്കുറിച്ച് ഒരു കുറ്റവും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. അത്രമാത്രം മാന്യനാണ് ജയകൃഷ്ണൻ. മഹാദേവൻ അത്രയും പറഞ്ഞതും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ട് മധുബാലയും സുമിത്ര ടീച്ചറും ഒക്കെ ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. അതിനുശേഷം മറുഭാഗത്ത് അർച്ചന മുറിയിൽ തുണികൾ മടക്കി വെക്കുമ്പോഴാണ് ചിന്നു അങ്ങോട്ട് വരുന്നത്. എപ്പോഴും ഫോണിൽ കളിക്കുന്ന ചിന്നുവിനെ അർച്ചന ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു. എന്നാൽ ഇപ്പോൾ ഫോണിലാണ് കൂടുതൽ പഠിക്കാനുള്ളതെന്ന് ചിന്നു സ്മാർട്ടായി മറുപടി നൽകി. സംസാരത്തിനിടയിൽ അർച്ചന ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ വന്നതിന് ശേഷം നീ നാട്ടിലെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? അപ്പൊ ചിന്നു പറയുന്നുണ്ട്, ഇല്ലമ്മേ, കുഞ്ഞമ്മാവനെ വിളിക്കും. ബാക്കിയുള്ള ആന്റിമാരെ വിളിച്ചാൽ അവർക്ക് വിശേഷങ്ങളല്ല അറിയേണ്ടത്. ഇവിടെ എന്നും വഴക്കാണോ എന്നൊക്കെയുള്ള ഗോസിപ്പുകളാണ്. അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല. തുടർന്ന് JKയുടെ ഭാര്യ മധുബാല വന്ന കാര്യവും അവർ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന വിവരങ്ങളും എല്ലാം അർച്ചന ചിന്നുവിനോട് പറഞ്ഞു. JKയെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നായിരുന്നു ചിന്നുവിന്റെ നിലപാട്. അപ്പോഴാണ് അർച്ചന അലമാരയിൽ നിന്നും JK അയച്ച ആ 2 ഫോട്ടോകൾ എടുത്ത് ചിന്നുവിന് കാണിച്ചു കൊടുത്തത്. ആദ്യത്തെ ഫോട്ടോ കണ്ടപ്പോൾ ചിന്നുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം കാണിക്കുന്ന നല്ലൊരു ക്യൂട്ട് ഫോട്ടോ എന്ന് ചിന്നു പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ഫോട്ടോ കണ്ടതും ചിന്നുവിന് ദേഷ്യം വരികയാണ്. ഇത് JK അങ്കിൾ എനിക്ക് അയച്ച ഫോട്ടോയല്ലേ, എനിക്കിത് വെറുപ്പാണെന്ന് അവൾ പറഞ്ഞു. എന്നാൽ അപ്പോഴാണ് അർച്ചന വലിയ സത്യം വെളിപ്പെടുത്തിയത്. നിനക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ആരോ ചെയ്ത മറിമായമാണിത് ചിന്നു. JK നിനക്ക് അയച്ചത് നീ ആദ്യം കണ്ട നല്ല ഫോട്ടോയാണ്. പക്ഷെ അത് മാറ്റി നിന്റെ കൈകളിൽ ഈ രണ്ടാമത്തെ ഫോട്ടോ എത്തിച്ചത് മറ്റാരുമല്ല, അമ്പാട്ടെ മഞ്ജു ആന്റിയാണ്. അവരുടെ മുറിയിൽ നിന്നാണ് എനിക്ക് ഈ നല്ല ഫോട്ടോ കിട്ടിയത്. ഏതായാലും താൻ ഇത്രയും നാൾ വിശ്വസിച്ചതെല്ലാം കള്ളമായിരുന്നെന്ന് മനസ്സിലാക്കി ചിന്നു ആകെ ഷോക്കായി നിൽക്കുകയാണ്. മഞ്ജുവിന്റെ പേര് കേട്ട് ഞെട്ടിയ ചിന്നുവിനോട് അർച്ചന ബാക്കി സത്യങ്ങൾ കൂടെ വെളിപ്പെടുത്തി. ചിന്നു, മഞ്ജു മാത്രമല്ല ഇതിന് പിന്നിൽ. ചന്ദ്രലേഖയും JKയുടെ ഭാര്യ മധുബാലയും ഉണ്ടായിരുന്നു. തെളിവുകൾ എന്റെ കയ്യിലുള്ളത് കൊണ്ട് അവരെ രണ്ടുപേരെയും ഞാൻ ചോദ്യം ചെയ്തു. ആദ്യമൊന്നും അടിച്ചെങ്കിലും ഒടുവിൽ അവർക്ക് തെറ്റ് സമ്മതിക്കേണ്ടി വന്നു. ഇത് കേട്ട ചിന്നുവിന് കാര്യം മനസ്സിലായില്ല. എങ്കിലും അമ്മേ, ഞാൻ JK അങ്കിളിനെ വെറുത്തിട്ട് അവർക്ക് എന്താണ് നേട്ടം? അങ്ങനെ ചിന്നു അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ, മോളെ, JKയും ഞാനും തമ്മിലുള്ള പവിത്രമായ സൗഹൃദത്തെ അവര് മോശമായാണ് ചിത്രീകരിച്ചത്. നീ JKയെ വെറുത്താൽ അത് നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അങ്ങനെ നമ്മളും JKയും തമ്മിൽ എന്നേക്കുമായി അകലുമെന്നാണ് അവര് കരുതിയത്. ആ ചതിയിൽ അവർ താൽക്കാലികമായി വിജയിക്കുകയും ചെയ്തു. എന്തായാലും
നീ ഇനി ഇതിനെക്കുറിച്ച് അവരോടൊന്നും ചോദിക്കാൻ പോകണ്ടെന്നും രണ്ടുപേർക്കും താൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടെന്നും അർച്ചന ചിന്നുവിനോട് പറയുന്നുണ്ട്. പക്ഷേ ചിന്നുവിന്റെ മനസ്സിൽ ആ വലിയ സംശയം അപ്പോഴും ബാക്കിയായിരുന്നു. ഫോട്ടോയുടെ കാര്യം ശരിയായിരിക്കാം, പക്ഷേ അന്ന് അയാൾ എന്നെ അനാവശ്യമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് ചിന്നു ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ജെ.കെയുടെ വീട്ടിൽ വെച്ച് മഹാദേവൻ സാറ് മകൾ മധുബാലയെ വീണ്ടും തിരുത്തുകയാണ്. അറിവല്ല മോളെ, തിരിച്ചറിവാണ് ഒരാൾക്ക് ഉണ്ടാവേണ്ടത്. നിന്നെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ജഡ്ജിയുടെ മകളാണെന്ന അഹങ്കാരം നിനക്കുണ്ടാകാം, പക്ഷെ അതൊരു വെറും അലങ്കാരം മാത്രമാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമാണ് യഥാർത്ഥ മാന്യത കാണിക്കേണ്ടത്. എന്തായാലും മഹാദേവന്റെ ഉപദേശങ്ങളോടുകൂടി തന്റെ തെറ്റുകൾ പൂർണ്ണമായി മനസ്സിലാക്കിയ മധുബാല സങ്കടത്തോടെ ചോദിക്കുകയാണ്, അച്ഛാ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അച്ഛന്റെ കൂടെ പോരട്ടെ? വേണ്ട മോളെ, എന്റെ കൂടെ വരാനല്ല ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. അഹങ്കാരമുള്ള മധുബാലയല്ല ജെ.കെക്ക് വേണ്ടത്, സ്നേഹമുള്ള ഒരു ഭാര്യയാണ്. അതിന് നീയും തയ്യാറാണെങ്കിൽ നിന്നെ സ്വീകരിക്കാൻ ജെ.കെയും ഒരുക്കമാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇത് കേട്ട് സുമിത്ര ടീച്ചറും പറയുന്നുണ്ട്, ഇവര് രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി എനിക്കെന്ന്. ഒടുവിൽ മധുബാല കരഞ്ഞുകൊണ്ട് ജെ.കെയുടെ മുന്നിലെത്തി മാപ്പ് ചോദിക്കുകയാണ്. ജെ.കെ, എന്നോട് ക്ഷമിക്കണം. ഇതുവരെ ഞാൻ എന്റെ സ്വാർത്ഥമായ ലോകത്താണ് ജീവിച്ചത്. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. എന്നെ കൂടെ കൂട്ടുമോ? അവളുടെ മാറ്റം കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. അപ്പൊ ജെ.കെ എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഞാൻ മധുബാലയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നാൽ ആ ബന്ധം അവൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ പഴയ താലി അഴിച്ചു മാറ്റി നമുക്ക് പുതിയൊരു തുടക്കം എന്നോണം ഞാൻ വീണ്ടും അവളുടെ കഴുത്തിൽ താലി ചാർത്തിയാലോ എന്ന് ചിന്തിക്കുകയാണ്. ജെ.കെയുടെ ആ വാക്കുകൾ കേട്ട് മധുബാല വലിയൊരു ഞെട്ടലോടെയും അതേസമയം അതിലേറെ സന്തോഷത്തോടെയും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ജെ.കെയുടെ ആ വാക്കുകൾ കേട്ടതും മധുബാലയ്ക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. അവള് സന്തോഷത്തോടെ പറയുകയാണ്, ഇനി ഇതിൽ കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല ജെ.കെ, എനിക്ക് ആ താലി വീണ്ടും കെട്ടി തന്നാൽ മതി. അങ്ങനെ ആ കുടുംബത്തിലൊടുവിൽ സന്തോഷം തിരിച്ചെത്തുകയാണ്. പക്ഷേ ചന്ദ്രകാന്തത്തിൽ തന്റെ ചതികളെല്ലാം അർച്ചന കണ്ടുപിടിച്ചതോടെ ചന്ദ്ര ആകെ പരിഭ്രാന്തിയിലായി. ഒടുവിൽ രക്ഷയില്ലാതെ അവള് നേരെ മഞ്ജുവിനെ ഫോണിൽ വിളിച്ചു. മറ്റാരും കാണാതെ മാറി നിന്നാണ് മഞ്ജു ഫോൺ എടുത്തത്. എന്താ മഞ്ജു, നീ ഇപ്പോൾ എന്നെ വിളിക്കാറേ ഇല്ലല്ലോ? പറയാനുള്ളതെല്ലാം നീ അർച്ചനയോട് പറഞ്ഞു കൊടുത്തല്ലേ? അമ്പാട്ടിലെ വിശേഷങ്ങളെല്ലാം എനിക്ക് ചോർത്തി തന്നതിന് ഞാൻ നിനക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ അർച്ചനയുടെ മുന്നിൽ നീ നല്ല പിള്ളയായി മാറി എന്നെ ഉറ്റിക്കൊടുത്തല്ലേ? ഇങ്ങനെയെല്ലാം ചന്ദ്ര ഫോണിലൂടെ മഞ്ജുവിന് നേരെ ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്നാണ് അനന്തൻ അങ്ങോട്ട് വരികയും മഞ്ജുവിന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് സ്പീക്കറിലിടുകയും ചെയ്യുന്നത്. ചന്ദ്രയുടെ ചോദ്യങ്ങളെല്ലാം അനന്തൻ കൃത്യമായി കേൾക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന മഞ്ജുവിനെ നോക്കി അനന്തൻ ഫോണിലൂടെ ചന്ദ്രയോട് പറയുകയാണ്, ഈ നിൽക്കുന്ന മഞ്ജുവെ ഒന്നും സ്വയം പറഞ്ഞതല്ല, അർച്ചനേച്ചി അവളെ കൊണ്ട് പറയിപ്പിച്ചതാ. എന്നാൽ ഫോണിൽ അപ്പുറത്ത് ഒരു പുരുഷന്റെ ശബ്ദം കേട്ട് ചന്ദ്ര ചോദിക്കുകയാണ്, ഹലോ, ഇത് ആരാണ്? ഞാൻ അമ്പാട്ടിലെ അനന്തകൃഷ്ണൻ, മഞ്ജുവിന്റെ ഭർത്താവ് എന്നിങ്ങനെ അനന്തൻ മാസായി മറുപടി നൽകിയതും പേടിച്ചു പോയ ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. ഫോൺ താഴെ വെച്ച അനന്തന് മഞ്ജുവിനോട് കടുത്ത ദേഷ്യമാണ് തോന്നിയത്. അവളെ അടിക്കാൻ കൈ ഓങ്ങിയെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. ശേഷം ഒരു അവസാന മുന്നറിയിപ്പ് എന്നോണം പറയുന്നുണ്ട്, നിന്നെ തല്ലി എന്റെ കൈ അഴുക്കാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം. അത്രയും പറഞ്ഞ് അനന്തൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ഇനി എങ്ങോട്ട് പോകുമെന്നറിയാതെ ചെയ്ത തെറ്റുകളെല്ലാം ഓർത്ത് മഞ്ജു ആകെ തകർന്നു നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.